നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ കോളപ്പിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ള ചർച്ച ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സമീർ സൗദും നെയ്മർ ജൂനിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാർലോ ആഞ്ചലോട്ടിക്ക് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നത് ബ്രസീലിയൻ മാധ്യമം UOL എസ്പോർട്ടയിൽ നിന്നാണ്. അതായത് സമീർ സൗദും നെയ്മർ ജൂനിയറും തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കാൻ ആഞ്ചലോട്ടിക്ക് പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കോച്ചിൻ്റെ വർക്കിൽ ഇൻ്റർഫിയർ ചെയ്യാൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രമിക്കുന്നു എന്നല്ല, മറിച്ച് അവർ തമ്മിലുള്ള ബന്ധം, ആ ഒരു സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആഞ്ചലോട്ടിയെയും പ്രഷറിലാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് ഇങ്ങനെയാണ്: ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സമീർ സൗദ് ആൻഡ് നെയ്മർ ഈസ് പുട്ടിംഗ് പ്രഷർ ഓൺ കാർലോ ആഞ്ചലോട്ടി. Although there is no room for interference in the coach's work, Samir Saud has strengthened his relationship with Neymar through phone calls, friendly meetings. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സോ പ്രസിഡൻറ്റിനെ വെറുപ്പിക്കാതിരിക്കാൻ ഇനിയിപ്പോൾ നെയ്മർ എന്തു വന്നാലും ആഞ്ചലോട്ടി സ്ക്വാഡിലേക്ക് എടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. ഏതായാലും നെയ്മറുടെ സാധ്യത മങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊറിന്ത്യൻസിനെതിരെ അധികം മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ, മികച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ നന്നായിട്ട് കളിക്കുക എന്നുള്ളതല്ല, നെയ്മർ ഒരു അരങ്ങേറ്റക്കാരനല്ല, അങ്ങനെ കളിച്ച് തെളിയിക്കാൻ, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ എബിലിറ്റി തെളിയിക്കണം. അതാണ് ഇന്നലെയൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് നമ്മുടെ ഫേസ്ബുക്ക് വീഡിയോയുടെ താഴേക്ക് ഇട്ടിട്ട്, താൻ എന്താണ് പറയുന്നത്, നെയ്മർ ഒരു തുടക്കക്കാരനാണോ, കളിച്ച് തെളിയിക്കണം എന്ന് പറയുന്നത് കളിയുടെ മികവല്ല. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച കളിക്കാരൻ ഇനി കളിച്ച ആരുടെ മുന്നിൽ ഒന്നും തെളിയിക്കാനില്ല, പക്ഷേ ഫിസിക്കലി ഫിറ്റാണെന്ന് തെളിയിക്കണം, എങ്കിലേ വേൾഡ് കപ്പിന് കൊണ്ടുപോകുള്ളൂ എന്ന് പലവട്ടം കാർലോ ആഞ്ചലോട്ടി പറഞ്ഞതാണ്. അതിപ്പോഴും അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. സോ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കപ്പാസിറ്റി എന്താണെന്ന് നോക്കും. അതിന് തന്നെ കൊറിന്ത്യൻസിനെതിരെയുള്ള സാൻഡോസിൻ്റെ മത്സരം കാണാൻ വേണ്ടി ടഫഡയിലും മറ്റ് ബ്രസീലിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ചിലരും, അങ്ങനെ മൊത്തം 4 പേര് ആ കളി അറ്റൻഡ് ചെയ്യുമെന്ന് CBF തന്നെ അറിയിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. ഏതായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് എസ്റ്റവായോ വില്ലിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹം പരിക്കിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവാത്തത് കൊണ്ട് ഇപ്പോൾ ചെൽസിക്ക് കളിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ESPN ബ്രസീൽ നൽകുന്ന വിവര പ്രകാരം എസ്റ്റവായോ വില്ലിൻ ആൻഡ് CBF സ്റ്റാഫ് ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഹി വിൽ ബി അവൈലബിൾ ഫോർ മാർച്ച് ഇൻ്റർനാഷണൽ ബ്രേക്ക്. മാർച്ചിലെ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് എസ്റ്റവായോ അവൈലബിൾ ആയിരിക്കും എന്നാണ് CBFൻ്റെ സ്റ്റാഫ് വിശ്വസിക്കുന്നത്. എസ്റ്റവായോക്കും ആ കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം PSG-ക്കെതിരെയുള്ള മത്സരം ഇപ്പോൾ ഇന്നലെ കളിച്ചിട്ടില്ല, നമുക്കറിയാം. എവേർട്ടനെതിരെയുള്ള കളി നെക്സ്റ്റ് വീക്കിൽ അദ്ദേഹം കളിച്ചേക്കും. അതിനുശേഷമുള്ള PSG-ക്കെതിരെയുള്ള 2ാം ലെഗിലും അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 2-1 മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ കോളപ്പിൽ ഉൾപ്പെടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.